പുതുക്കാട് നവജാത ശിശുക്കളെ കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തി യുവാവ് അസ്ഥികളുമായി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. വെള്ളിക്കുളങ്ങര സ്വദേശികളായ അവിവാഹിതരായ യുവാവും യുവതിയും കസ്റ്റഡിയിൽ. കുന്നംകുളത്ത് ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ ആക്രമിച്ചു. ആക്രമണം വൺ വേ തെറ്റിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് സംഭവത്തിൽ കാർ ഡ്രൈവർ അറസ്റ്റിൽ. തൃശൂർ മെഡിക്കൽ കോളേജിലും ചികിത്സാ പ്രതിസന്ധി. പല വിഭാഗങ്ങളിലും ആവശ്യത്തിന് ഡോക്ടർമാരില്ല. രോഗികൾ വലയുന്നു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ സഫാരി പാർക്കും പെറ്റ് സൂവും ആരംഭിക്കുമെന്ന് മന്ത്രി കെ രാജൻ. ഇലക്ട്രിക്കൽ ബസ് സർവീസ് ഏർപ്പെടുത്താൻ ആലോചന. KSRTC MD പാർക്ക് സന്ദർശിച്ചു. കടവല്ലൂർ പഞ്ചായത്തിൽ യാത്രാ ദുരിതം പേറി വിദ്യാർത്ഥികളും പ്രദേശവാസികളും. തിപ്പിലിശ്ശേരി കോടതിപ്പടി മുല്ലപ്പള്ളിക്കുന്ന് റോഡിലെ കുഴികളും വെള്ളക്കെട്ടും യാത്രക്കാരെ വലയ്ക്കുന്നു. കാഴ്ചയുടെ വിരുന്നൊരുക്കി കോടശ്ശേരി മുട്ടത്തുകുളങ്ങര വെള്ളച്ചാട്ടം. പ്രകൃതിയുടെ മനോഹര കാഴ്ച ആസ്വദിക്കാൻ സഞ്ചാരികളുടെ ഒഴുക്ക്. വാർത്തകളിലേക്ക് വിശദമായി. പുതുക്കാട് നവജാത ശിശുക്കളെ കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തി യുവാവ്. അസ്ഥികളുമായി യുവാവ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. വെള്ളിക്കുളങ്ങര സ്വദേശികളായ അവിവാഹിതരായ യുവാവും യുവതിയും കസ്റ്റഡിയിലുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി പുതുക്കാട് നിന്ന് സരീഷ് ചേരുന്നു. സരീഷ്, അടിമുടി ദുരൂഹതയാണല്ലോ. രാവിലെ ഒരു യുവാവ് മദ്യലഹരിയിൽ അസ്ഥികളുമായി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നു. നവജാത ശിശുക്കളുടേതാണെന്ന് പറയുന്നു. ഇപ്പോൾ എങ്ങനെയാണ്, ഏത് ദിശയിലാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്? ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദുരൂഹതകൾ ഇപ്പോ അല്പം കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോ ഇതൊരു രണ്ട് കുട്ടികളുടെ ശരീര അവശിഷ്ടങ്ങളുടെ അസ്ഥികളുമായിട്ടാണ് രാവിലെ ഒരു മദ്യലഹരിയിൽ യുവാവ് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇപ്പോ അതിന്റെ ഒരു പ്രാഥമിക ഘട്ടം എന്ന നിലയ്ക്ക് നമുക്ക് ചെറിയ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ രണ്ട് കുട്ടികളുടെ മരണത്തിൽ ഒരു കുട്ടിയുടേത് കൊലപാതകമാണെന്നാണ് ഇപ്പോൾ പോലീസ് പ്രാഥമികമായിട്ടൊന്നും സ്ഥിരീകരിച്ചിരിക്കുന്നത്. കാരണം ആ കുട്ടി പ്രസവത്തോടൊപ്പം തന്നെ കരച്ചിൽ വന്നിരുന്നു. ആ കരച്ചിൽ പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ ശ്വാസം മുട്ടിച്ച് യുവതി കൊലപ്പെടുത്തി എന്നാണ് അറിയാൻ ഇപ്പോൾ പോലീസിൽ ഇവർ തന്നെ മൊഴി കൊടുത്തിരിക്കുന്നത്. അത് ഇനി കൂടുതലായിട്ട് അതിന്റെ പരിശോധന നടക്കണം. ഒപ്പം തന്നെ ആദ്യത്തെ പ്രസവം 2021 നടക്കുന്നത്. അതും പുറം ലോകം അറിയാത്തൊരു പ്രസവം തന്നെയായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ കുട്ടിയുടെ കഴുത്തിൽ പൊക്കിൽ കൂടി ചുറ്റിയിട്ടാണ് മരണം സംഭവിച്ചതെന്നാണ്, പ്രസവത്തോടൊപ്പം മരണം സംഭവിച്ചതാണ് ഈ യുവതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷെ അതും കൃത്യമായി പോലീസ് അത് വിശ്വസിച്ചിട്ടില്ല. കാരണം അത് കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ നിലവിൽ രണ്ട് കുട്ടികളുടെയും മൃതശരീരങ്ങൾ ഇല്ലാത്തതാണ് ഇപ്പൊ പോലീസിനെ കുഴയ്ക്കുന്ന ഏക പ്രശ്നം. കാരണം ഇനിയുള്ള അസ്ഥികളിൽ നിന്നുള്ള ശാസ്ത്രീയമായ പരിശോധനകളും അതുപോലെ തന്നെ ഇവരുടെ തന്നെയാണോ ഈ കുട്ടികൾ എന്നുള്ള DNA പരിശോധനകൾ നടക്കണം. അത്തരത്തിലുള്ള സ്ഥിരീകരണങ്ങൾ ഒരുപാട് ഇനി വരാനുണ്ട്. അപ്പോൾ ഈ കുഴയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം മൃതദേഹം ഇല്ല എന്നുള്ളതാണ്. അതിനുവേണ്ടി ഇന്നിപ്പോ ഈ അസ്ഥികൾ തന്നെ ഈ മനുഷ്യരുടേതാണെന്ന് തന്നെ സ്ഥിരീകരിക്കാനായി ഫോറൻസിക് സർജൻ ഉന്മേഷിനെ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അത് സ്ഥിരീകരിച്ചു. അതോടൊപ്പം തന്നെ ഫോറൻസിക് വിദഗ്ധരും പരിശോധനയ്ക്കായി പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. അതിനുശേഷമാണ് അതിൽ മനുഷ്യരുടെ അസ്ഥിയാണെന്ന് തന്നെ കണ്ടെത്താൻ കഴിഞ്ഞത്. പിന്നെ മദ്യലഹരിയിലായ യുവാവ് രാവിലെ വന്ന് ഇത്തരം ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ വിശ്വാസ്യത കണക്കിലെടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് ആദ്യം പോലീസിന് നേരിട്ടിരുന്നു. പക്ഷെ എന്നാൽ ഈ മദ്യലഹരിയിൽ പറയുന്ന ഒരു കാര്യം അപ്പോൾ തന്നെ സ്ഥിരീകരിക്കണമെന്നുള്ള പോലീസിന്റെ ഒരു ദൃഢനിശ്ചയം തന്നെയായിരുന്നു. ഇതിന്റെ ഒരു പ്രത്യേകമായിട്ട് ആ സമയത്ത് തന്നെ ഈ യുവാവിനെയും എത്തിച്ച് ഈ യുവതിയെ കസ്റ്റഡിയിലെടുത്ത് പുതുക്കാട് പോലീസിൽ എത്തിച്ച് ചോദ്യം ചെയ്ത് ഇവര് രണ്ടുപേരും പറയുന്നത് കൃത്യമാണ് എന്നുള്ള കാര്യത്തിലേക്ക് പോലീസിന് എത്താൻ കഴിയുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഇത് 4 വർഷത്തിനിടെ 2021-ലും 2024-ലുമാണ് ഈ രണ്ട് സംഭവങ്ങളും നടക്കുന്നത്. അതിനുശേഷം ഒന്നാമത്തെ കുട്ടിയെ യുവതിയുടെ വീട്ടിലും രണ്ടാമത്തെ കുട്ടിയുടെ മൃതദേഹം സ്കൂട്ടറിൽ എത്തിച്ച് ആമ്പലിലുള്ള യുവാവിന്റെ വീട്ടിലും ആണ് മറവ് ചെയ്തിരുന്നത്. അതിനുശേഷം കുറെ നാളുകൾക്ക് ശേഷമാണ് അസ്ഥി കഷ്ണങ്ങൾ അതിൽ നിന്നും എടുത്തു മാറ്റിയത്. യുവതിയുടെ വീട്ടിൽ കുഴിച്ചിട്ട കുട്ടിയുടെ അസ്ഥി യുവാവിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ആമ്പലൂരിലുള്ള യുവാവിന്റെ വീട്ടിലേക്ക് യുവതി എത്തിച്ചു നൽകുന്നതും. അത് സൂക്ഷിച്ചു വെച്ചത് കുട്ടികളുടെ മരണാനന്തര കർമ്മങ്ങൾക്കായി ചെയ്യേണ്ടതുണ്ട്. കാരണം അതൊരു മോക്ഷം കിട്ടുന്ന രീതിയിലാണെന്നും യുവതിയെ വിശ്വസിച്ചതിന് ശേഷമാണ് യുവാവ് ഇത്തരത്തിലൊരു കാര്യം അവിടെ ഈ അസ്ഥികൾ സൂക്ഷിച്ചു വെച്ചിരുന്നത്. കാരണം അതിനിടയിൽ ഈ യുവതിയുമായി
ഈ യുവാവിനൊരു സംശയമുള്ള മറ്റ് ബന്ധങ്ങളുണ്ടോ എന്നുള്ള സംശയം കൂടി മുറിയെടുത്തിരുന്നു. അതും കുറച്ചു നാളുകളായിട്ട് അതിന്റെ ഒരു തർക്കങ്ങളും വഴക്കുകളും തുടരെ നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഈ യുവതിക്ക് രണ്ടാമതൊരു ഫോൺ ഉപയോഗിച്ചതായി യുവാവ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. അതിനുശേഷം ഈ യുവതി മറ്റൊരു വിവാഹത്തിന് തയ്യാറാകുന്നു എന്നുള്ളൊരു സൂചനയും ഈ യുവാവിന് ലഭിച്ചിരുന്നു. അത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ ഇവരുടെ ഇടയിൽ ഈ ഇടക്കാല നാളുകൾക്കുള്ളിൽ 6 മാസത്തിനുള്ളിൽ ഇവർക്കൊരു വഴക്കും മറ്റുള്ള തർക്കങ്ങൾക്കും ഇടവരുത്തി. ഇവരിപ്പോ നല്ല സ്വരച്ചേർച്ചയിലല്ലായിരുന്നു. അതിനുശേഷം അതിന്റെ ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ ഈ യുവതിയെ ഈ മൃതശരീരങ്ങളുടെ ഈ അസ്ഥി അവശിഷ്ടങ്ങൾ വീട്ടിൽ സൂക്ഷിക്കാൻ കാരണം തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഇവരെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തി കൊടുക്കാം എന്നുള്ളൊരു ചിന്തയും ഈ യുവാവിന്റെ ഉള്ളിലുണ്ടായിരുന്നു എന്നൊരു തെളിവും പോലീസ് പുറത്തുവിടുന്നുണ്ട്. അത്തരത്തിൽ ഇത് സൂക്ഷിച്ചു വെച്ച ഈ അസ്ഥികൾ ഇപ്പോൾ യുവാവ് ഇന്ന് രാവിലെ കവറിലാക്കിയാണ് ഇവിടെ കൊണ്ടുവന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുമ്പോൾ ഒരു ഫേക്കാണോ അല്ലെങ്കിൽ അത് കൃത്യമായി അത് ഉറപ്പിക്കാൻ കഴിയാത്തൊരു വിധം തന്നെയായിരുന്നു പോലീസ്. കാരണം അത്ര ഒരു മദ്യലഹരിയിലായിരുന്നു യുവാവ് അവിടേക്ക് വന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾക്കിപ്പോ പുറത്തുവിടാൻ കഴിയുന്നത്. കാരണം ഇതിന്റെ കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങൾക്ക് ഇനി തെളിവെടുപ്പ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. കാരണം ഇന്നിപ്പോ ചാലക്കുടി ഡിവൈഎസ്പി ബിജുകുമാർ, അതുപോലെ തന്നെ പുതുക്കാട് SHO മഹേന്ദ്ര സിംഹൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് SP-യുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലായിരിക്കും ഇപ്പോൾ അന്വേഷണം നടക്കുക. ഇനി അതുമാത്രമല്ല, ഇന്നിപ്പോ മറ്റുള്ള സ്ഥലങ്ങളിൽ ഈ രണ്ട് കുട്ടികളെ കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്ക് തെളിവെടുപ്പുമായി ഉണ്ടാകും. അതുകൊണ്ട് ശാസ്ത്രീയമായി തെളിയിക്കേണ്ടതുണ്ട്. എവിടെയാണ് കുഴിച്ചിട്ട് ആ സ്ഥലം കണ്ടെത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ യുവതി മറ്റാരെങ്കിലും ഇവർക്ക് സഹായമായിട്ട് എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അത്തരം കൂടുതലായിട്ടുള്ള പരിശോധനകളും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇനിയിപ്പോൾ നടത്തേണ്ടതുണ്ട്. അതിനായി കൂടുതൽ പരിശോധനകൾ അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാവും. ഇന്നിപ്പോ കോടതിയിൽ ഹാജരാക്കുക പ്രായോഗികമല്ല എന്നാണ് തോന്നുന്നത്. കാരണം കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതിനുശേഷം തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവരെ മറ്റുള്ള നടപടിയിലേക്ക് കടക്കുക. അതിനു മുൻപ് അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള തെളിവെടുപ്പും അതുപോലെ തന്നെയുള്ള മറ്റുള്ള അന്വേഷണങ്ങളും ഇതിന്റെ തുടരന്വേഷണങ്ങളും എല്ലാം ഉണ്ടാകും. സരീഷ്, ഈ യുവതി കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ കാര്യമൊക്കെ അത് വീട്ടുകാർ അറിഞ്ഞിരുന്നോ? ആ വീട്ടുകാരെ ബന്ധപ്പെടാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? ബന്ധുക്കളിൽ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിച്ചു? ആ ദിശയിലുള്ള അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ലിബിഷ, ഇതിലിപ്പോ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ഈ പെൺകുട്ടിയും അമ്മയും സഹോദരനും മാത്രമാണ് ഉള്ളത്. അച്ഛൻ നേരത്തെ മരിച്ചു. ഇവർ വെള്ളിക്കുളങ്ങര സ്റ്റേഷൻ പരിധിയിലുള്ള നൂലുവള്ളി എന്ന സ്ഥലത്താണ് പെൺകുട്ടിയുടെ വീട്. അനീഷ എന്നാണ് പെൺകുട്ടിയുടെ പേര്. മുല്ലയ്ക്കപ്പറമ്പിൽ അശോകന്റെ മകൾ അശോകൻ നേരത്തെ മരിച്ചിരുന്നു. അപ്പോ അധികം വിദ്യാഭ്യാസമില്ലാത്ത ഒരു സ്ത്രീയാണ് ഈ യുവതിയുടെ അമ്മ. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവരെ മറയ്ക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് തന്ത്രപരമായി ഈ യുവതി നീങ്ങി എന്നുള്ളൊരു കാര്യം കൂടി ഈ ആദ്യത്തെ ഗർഭാവസ്ഥയായ കാര്യങ്ങളെല്ലാം പുറത്തറിയിക്കാത്ത രീതിയിൽ വസ്ത്രധാരണത്തിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയാണ് ഈ യുവതി പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ കഴിഞ്ഞിരുന്നത് എന്നതൊരു കാര്യം ഒരു പോലീസ് പറയുന്നുണ്ട്. ഈ യുവതി തന്നെ സമ്മതിച്ചിട്ടുണ്ട്. കാരണം ഈ അമ്മയുടെ അടുത്ത് കൃത്യമായ ഒരു കാര്യം പറഞ്ഞാൽ പോലും അതിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സ് മാറ്റി അല്ലെങ്കിൽ ആ തരത്തിലൊക്കെ മാറ്റിമറയ്ക്കുന്ന തരത്തിലുള്ള തന്ത്രങ്ങൾ ഈ യുവതി അവിടെ ഒരുക്കിയിരുന്നു. അതിനുശേഷം ഈ യുവതി അവിടെ ശുചിമുറിയിലാണ് പ്രസവം നടന്നത്. ആ പ്രസവത്തിന്റെ ഒപ്പം തന്നെ കുട്ടി മരിച്ചു എന്നാണ് ആദ്യ പ്രസവത്തിൽ 2021 ആദ്യമായി പ്രസവിക്കുമ്പോൾ ഈ സംഭവം നടന്നു എന്നാണ് പറയുന്നത്. സ്വാഭാവിക മരണമാണെന്നാണ് യുവതി ഇവിടെ പോലീസിന്റെ അടുത്ത് പറഞ്ഞതെങ്കിൽ പോലീസ് അത് കൃത്യമായി വിശ്വസിച്ചിട്ടില്ല. കാരണം അന്വേഷിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ പ്രസവം നടക്കുന്നത് 2024 അത് ഈ യുവാവിന്റെ വീട്ടിൽ വെച്ചാണ് പ്രസവം നടക്കുന്നത്. ഈ കുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കുന്നതും യുവാവിന്റെ വീട്ടിൽ തന്നെയാണ്. അതുപോലെ ആദ്യത്തെ പ്രസവത്തിൽ 2021 നടന്ന പ്രസവം നടക്കുന്ന ഈ മൃതദേഹം സംസ്കരിച്ച് യുവതിയുടെ വീട്ടിൽ വെച്ചാണ്. അങ്ങനെ 2 സ്ഥലങ്ങളിലായിട്ടാണ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഇനി കൂടെ ആരെങ്കിലും ഇവരുടെ സഹായത്തിന് ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങൾ, പുറമേയുള്ള സുഹൃത്തുക്കളോ മറ്റാരെങ്കിലും ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഇവരെ കൂടെ നിന്നിരുന്നോ എന്നുള്ള കാര്യം കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മറ്റു ബന്ധുക്കാരും കൂടുതലായി അന്വേഷിക്കും, ചോദ്യം ചെയ്യും. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോ ഈ കാര്യങ്ങൾ എല്ലാത്തിനും കൂടിയാണ് ഇപ്പോൾ ഇവിടെ അന്വേഷണ സംഘത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഈ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ റൂറൽ SP G കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു മാധ്യമപ്രവർത്തകരെ കാണുകയുണ്ടായി. അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ വിശദമായി മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോ ഇതിൽ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഈ ദുരൂഹതകൾ അല്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കാരണം ഒന്നാമത്തെ കുട്ടിയുടെ മരണം സ്വാഭാവികമായിട്ടാണെന്ന്, രണ്ടാമത്തെ കുട്ടിയുടെ മരണം കൊലപാതകമാണെന്നാണ് പോലീസ് കൊടുക്കുന്ന പ്രാഥമിക നിഗമനം. ശരി സരീഷ്, പുതുക്കാട് നവജാത ശിശുക്കളെ കുഴിച്ചിട്ടെന്നുള്ള യുവാവിന്റെ വെളിപ്പെടുത്തൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. സമഗ്ര വിവരങ്ങളാണ് സരീഷ് പുതുക്കാട് നിന്ന് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്.
കുന്നംകുളത്ത് ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ ആക്രമിച്ചു. സംഭവത്തിൽ കാർ ഡ്രൈവർ അറസ്റ്റിലായി. കുന്നംകുളം നഗരത്തിൽ ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ ആക്രമിച്ചു. കുന്നംകുളം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ മഹേഷിനെയാണ് കാറിലെത്തിയ യുവാവ് ആക്രമിച്ചത്. കുന്നംകുളം പട്ടാമ്പി റോഡിൽ നിന്നും ഗുരുവായൂർ റോഡിലേക്ക് വൺ വേ തെറ്റിച്ച കാറിനെ ഈ സമയം ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ തടയുകയായിരുന്നു. സംഭവത്തിൽ പ്രകോപിതനായ കാർ ഡ്രൈവർ തൃത്താല സ്വദേശി നസറുദ്ദീൻ പോലീസുകാരനെ ആക്രമിക്കുകയായിരുന്നു. അസഭ്യം വിളിച്ച പ്രതി പോലീസുകാരനെ അടിക്കുകയും റോഡിൽ തള്ളിയിടുകയും ചെയ്തു. മർദ്ദനത്തിനിരയായ പോലീസ് ഉദ്യോഗസ്ഥൻ സ്റ്റേഷനിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തി കാർ ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു. മർദ്ദനത്തിൽ പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. TCV ന്യൂസ്, കുന്നംകുളം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണക്ഷാമം മൂലം ശസ്ത്രക്രിയ മുടങ്ങിയത് സംബന്ധിച്ച ഡോക്ടറുടെ കുറിപ്പ് ചർച്ചയാകുമ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിലും ചികിത്സാ പ്രതിസന്ധിയെന്ന റിപ്പോർട്ട്. തിരുവനന്തപുരത്തെ യൂറോളജി വിഭാഗത്തിലെ ഉപകരണക്ഷാമത്തെക്കുറിച്ചാണ് ഡോക്ടർ ഹാരിസ് ഹസൻ സമൂഹമാധ്യമത്തിൽ വെളിപ്പെടുത്തിയത്. തൃശൂരിലെ യൂറോളജി വിഭാഗത്തിലാകട്ടെ 1 വർഷമായി ആവശ്യത്തിന് ഡോക്ടർമാരില്ല. പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തെയും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവ് അലട്ടുന്നു. ഹൃദയ ശസ്ത്രക്രിയ വിഭാഗത്തിലാണ് പ്രതിസന്ധി രൂക്ഷം. 3 ആഴ്ചയായി ഇവിടെ ശസ്ത്രക്രിയ നിർത്തിവച്ചിരിക്കുകയാണ്. ശസ്ത്രക്രിയയ്ക്ക് ഡോക്ടർക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകേണ്ട പെർഫ്യൂഷനിസ്റ്റിന് കാര്യക്ഷമത ഇല്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇതുമൂലം ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയ കഴിഞ്ഞ 9 മുതൽ നിർത്തിവച്ചിരിക്കുകയാണ്. ചികിത്സ തേടിയെത്തുന്ന രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് ഡോക്ടർമാരും അനുബന്ധ ജീവനക്കാരും ഇല്ലാത്തതാണ് എല്ലാ ചികിത്സാ വിഭാഗങ്ങളുടെയും പ്രശ്നം. സ്ഥലം മാറി പോകുന്നവർക്ക് പകരം ആളുകളെ നിയമിക്കുന്നുമില്ല. അതിനു പകരം ശസ്ത്രക്രിയകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഹൌസ് സർജന്മാരുടെ അഭാവമാണ് മറ്റൊരു പ്രതിസന്ധി. 150ഓളം പേർ കാലാവധി പൂർത്തിയാക്കി 3 മാസത്തിനുള്ളിൽ ആശുപത്രി വിട്ടു. പകരം ബാച്ച് എത്താൻ 3 മാസമെടുക്കും. ഒഴിവുകൾ ഉടൻ നികത്തണമെന്നാവശ്യപ്പെട്ട് PG അസോസിയേഷൻ പ്രിൻസിപ്പലിന് നിവേദനം നൽകിയിട്ടുണ്ട്. TCV ന്യൂസ്, തൃശൂർ. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ഇലക്ട്രിക്കൽ ബസ് സർവീസ് ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് സാധ്യതകൾ പരിശോധിക്കാനായി KSRTC MD പ്രമോദ് ശങ്കർ പാർക്ക് സന്ദർശിച്ചു. പാർക്ക് വയോജന സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇലക്ട്രിക് ബസ് സർവീസ് ഏർപ്പെടുത്തുന്നത്. ഇതിനു പുറമെ തൃശൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് സുവോളജിക്കൽ പാർക്കിലേക്ക് നിശ്ചിത ഫീസ് നിരക്കിൽ സർവീസ് ഏർപ്പെടുത്തുന്നത് പരിഗണിക്കുമെന്ന് മന്ത്രി K രാജൻ പറഞ്ഞു. 75 ഏക്കർ സ്ഥലത്ത് സഫാരി പാർക്ക് ഒരുക്കുമെന്ന് മന്ത്രി അറിയിച്ചു. വിദേശത്തു നിന്ന് 36 ഇനം പക്ഷിമൃഗാദികളെ 5 ഘട്ടങ്ങളായി പാർക്കിലെത്തിക്കും. ഇതു സംബന്ധിച്ച് ജൂലൈ 14 നടപടികൾ പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജിറാഫ്, ആഫ്രിക്കൻ മാൻ, അന്നക്കോണ്ട, സീബ്ര, തത്തകൾ എന്നിവയാണ് വിദേശത്തു നിന്നും എത്തിക്കുക. കടവല്ലൂരിൽ യാത്രാ ദുരിതം പേറി വിദ്യാർത്ഥികളും പ്രദേശവാസികളും വലയുന്നു. കടവല്ലൂർ പഞ്ചായത്തിലെ തിപ്പിലിശ്ശേരി, കോടതിപ്പടി, മുല്ലപ്പള്ളിക്കുന്ന് റോഡിലെ കുഴികളും വെള്ളക്കെട്ടുമാണ് യാത്രക്കാരെ വലയ്ക്കുന്നത്. തിപ്പിലിശ്ശേരി സെന്ററിന് സമീപം റോഡ് തുടങ്ങുന്നിടത്ത് വലിയ വെള്ളക്കെട്ടാണുള്ളത്. ശക്തമായ മഴയുള്ള സമയത്ത് ALP സ്കൂളിലേക്കുള്ള കുട്ടികൾ മുട്ടോളം വെള്ളത്തിലൂടെ പോകേണ്ട അവസ്ഥയാണ്. പള്ളിക്കുളം വരെ 2 കിലോമീറ്ററോളം ഇതേ സ്ഥിതിയാണ്. തൊട്ടടുത്തുള്ള കോടതിപ്പടി, മുല്ലപ്പള്ളിക്കുന്ന് റോഡും തകർന്നു. അക്കിക്കാവ്, കടങ്ങോട്, എരുമപ്പെട്ടി റോഡ് പുതുക്കി പണിതപ്പോൾ ആവശ്യത്തിന് കാനകൾ നിർമ്മിക്കാത്തതിനാൽ ഈ ഭാഗത്തുള്ള വെള്ളം മുഴുവൻ ഒഴുകിയെത്തുന്നത് കോടതിപ്പടി റോഡിലേക്കാണ്. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ കുഴിച്ച ശേഷം റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാത്തതുകൊണ്ടുള്ള കുഴികൾ വേറെയും. റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മാസങ്ങൾക്ക് മുൻപ് പ്രതിഷേധങ്ങൾ ഉണ്ടായെങ്കിലും ഫലമുണ്ടായില്ല. മഴക്കാലം തുടങ്ങിയ സാഹചര്യത്തിൽ ഈ റോഡുകൾ പുതുക്കിപ്പണിയാൻ ഇനിയും മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അതുവരെ നാട്ടുകാരുടെ യാത്രാ ദുരിതം തുടരും. TCV, കുന്നംകുളം. കാഴ്ചയുടെ വിരുന്നൊരുക്കി കോടശ്ശേരി മുട്ടത്തുകുളങ്ങര വെള്ളച്ചാട്ടം. പ്രകൃതിയുടെ മനോഹര കാഴ്ച ആസ്വദിക്കാൻ നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. മലയോരത്തെ മഴക്കാഴ്ചകൾക്ക് നിറച്ചാർത്തു പകർന്ന് പതഞ്ഞൊഴുകുന്ന ചെറുവെള്ളച്ചാട്ടം സഞ്ചാരികളുടെ മനം കവരുകയാണ്. മഴമേഘങ്ങൾക്ക് കീഴെ പച്ചപുതച്ചുറങ്ങുന്ന കോടശ്ശേരി മലയുടെ താഴ്വാരത്തുള്ള മുട്ടത്തുകുളങ്ങരയിലാണ് ചെറുവെള്ളച്ചാട്ടം കാഴ്ചക്കാരിൽ കുളിരുള്ള അനുഭൂതി നിറയ്ക്കുന്നത്. പാറക്കെട്ടിലൂടെ വെള്ളിച്ചില്ല് വിതറി പതഞ്ഞൊഴുകുന്ന കാട്ടരുവിയാണ് ഇവിടെ വശ്യമനോഹാരിത തീർക്കുന്നത്. കോടശ്ശേരി മലയിലെ നാഗത്താൻ പാറയ്ക്ക് സമീപത്തു നിന്ന് ഉത്ഭവിക്കുന്ന നീരുറവയാണ് താഴ്വാരത്തെ റബ്ബർ തോട്ടത്തിലുള്ള പാറക്കെട്ടിലൂടെ പതഞ്ഞൊഴുകി ദൃശ്യവിരുന്നായി മാറുന്നത്. മഴക്കാലത്ത് മാത്രം ശക്തിപ്പെടുകയും മഴ ദുർബലമാകുമ്പോൾ നേർത്തില്ലാതാവുകയും ചെയ്യുന്നതാണ് ഈ ചെറുവെള്ളച്ചാട്ടം. പരിസരത്ത് മരങ്ങളും വള്ളിപ്പടർപ്പുകളും വളർന്നു നിൽക്കുന്നതിനാൽ ഹരിതാപമാണ് ഇവിടം. വെള്ളച്ചാട്ടത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ദൂരദിക്കുകളിൽ നിന്നുള്ളവരടക്കം നിരവധി പേർ ഇവിടെ എത്തുന്നുണ്ട്. TCV ന്യൂസ്, കൊടകര. പീച്ചി ഡാമിന്റെ 4 ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. 2 ഇഞ്ച് വീതമാണ് കൂടുതൽ ഉയർത്തിയത്. ഇന്നലെ 4 ഷട്ടറുകളും 1 ഇഞ്ച് വീതം ഉയർത്തിയിരുന്നു.
ഇതോടെ 4 ഷട്ടറുകളും 3 ഇഞ്ച് വീതം തുറന്നിട്ടുണ്ട്. ഗുരുവായൂർ തൊഴിയൂരിൽ മാരക മയക്കുമരുന്നായ MDMAയുമായി യുവാവ് അറസ്റ്റിൽ. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 40 ഗ്രാം MDMA എക്സൈസ് സംഘം പിടികൂടി. തൊഴിയൂർ പൊട്ടത്തയിൽ മുബഷിറിനെയാണ് ചാവക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ CJ റിൻഡോയും സംഘവും അറസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം കണ്ടെത്തുന്നതിനായി പെട്രോളിംഗ് നടത്തുന്നതിനിടെ എക്സൈസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാൾ പിടിയിലാകുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ചെറിയ ബാഗിൽ സൂക്ഷിച്ചിരുന്ന MDMA കണ്ടെത്തിയത്. ഇയാൾക്കെതിരെ നേരത്തെയും സമാന കേസുകൾ ഉണ്ടെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കന്നുകാലി കച്ചവടത്തിന് മറവിൽ പാലക്കാട് നിന്നാണ് ഇയാൾ MDMA എത്തിച്ചിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. 20 വർഷം വരെ തടവ് ശിക്ഷ ലഭിച്ചേക്കാവുന്ന കുറ്റമാണിതെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ CJ റിൻഡോ പറഞ്ഞു. പല ജില്ലകളിൽ നിന്നായിട്ട് കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്ന ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മറവിലാണ് MDMA പോലുള്ള മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കൾ കടത്തിക്കൊണ്ടിരുന്നതും വിൽപ്പന നടത്തുകയും ചെയ്യുന്നത്. 40 ഗ്രാം MDMA കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ 20 വർഷത്തോളം തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഗൗരവകരമായിട്ടുള്ള ഒരു കുറ്റമാണിത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KR രാമകൃഷ്ണൻ, പ്രിവന്റീവ് ഓഫീസർമാരായ CK ബാഷ്പജൻ, TR സുനിൽ, KA അബ്ദുൾ റഫീഖ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. TCV ന്യൂസ്, ഗുരുവായൂർ. മലപ്പുറം കരുവാരക്കുണ്ടിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2.5 വയസ്സുകാരൻ മരിച്ചു. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പുളിക്കാത്തൊടിയിൽ മുജീബ് മുസ്ലിയാരുടെ മകൻ 2.5 വയസ്സുള്ള നഫ്ലാനാണ് മരിച്ചത്. നഫ്ലാന്റെ മാതാപിതാക്കളായ മുജീബ് മുസ്ലിയാർ, ഭാര്യ സഫിയ എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. കുടുംബം സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ എതിർദിശയിൽ നിന്ന് വന്ന കാർ ഇടിക്കുകയായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാർ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നഫ്ലാൻ മരിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ മുജീബ് മുസ്ലിയാരെയും ഭാര്യ സഫിയയും വിദഗ്ധ ചികിത്സയ്ക്ക് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെപ്പാറ റോക്ക് ഗാർഡന് സമീപം 1 കോടി മുടക്കി വനഭൂമി കയ്യേറി നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് കെട്ടിടം സംരക്ഷിക്കാൻ നിയമവിരുദ്ധമായി കൂട്ട സ്ഥലം മാറ്റമെന്ന ആരോപണം. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്താണ് കെട്ടിടം നിർമ്മിച്ചത്. യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിയാണ് ആരോപണം ഉന്നയിച്ചത്. കെട്ടിടം വനഭൂമിയിലാണെന്ന് റിപ്പോർട്ട് നൽകിയ തെക്കുംകര മണലിത്തറ വില്ലേജ് ഓഫീസർ, 4 റേഞ്ച് ഓഫീസർമാർ എന്നിവരെ ഒരു മാനദണ്ഡവും പാലിക്കാതെ സ്ഥലം മാറ്റിയത് ഇതിന് തെളിവാണെന്ന് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ, നേതാക്കളായ അഡ്വക്കേറ്റ് അഖിൽ P സാമുവൽ, അനൂപ് സെബാസ്റ്റ്യൻ, VJ ജമാൽ എന്നിവർ ആരോപിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ പരാതിയിൽ ഹൈക്കോടതി നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. വനം വകുപ്പിനോട് വിശദ റിപ്പോർട്ട് നൽകാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഈ റിപ്പോർട്ട് വനഭൂമി കയ്യേറ്റക്കാർക്ക് അനുകൂലമാക്കുന്നതിനാണ് ഉദ്യോഗസ്ഥരെ പീഡിപ്പിക്കുന്നത്. റിപ്പോർട്ട് വൈകിപ്പിച്ച് കേസ് അട്ടിമറിക്കാനാണ് ശ്രമം. ഇതിനെതിരെ ശക്തമായ ബഹുജന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകും. ചെപ്പാറ, പൂമല കാർഷിക നഴ്സറി ഭൂമികൾ സംരക്ഷിക്കാൻ നിയമപോരാട്ടം തുടരുമെന്നും യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി അറിയിച്ചു. TCV ന്യൂസ്, വടക്കാഞ്ചേരി. കൊടകരയിൽ കഴിഞ്ഞ ദിവസം കെട്ടിടമിടിഞ്ഞു വീണ് 3 അതിഥി തൊഴിലാളികൾ മരിച്ച സ്ഥലം ബെന്നി ബെഹന്നാൻ MP സന്ദർശിച്ചു. കോൺഗ്രസ് പ്രാദേശിക നേതാക്കളായ MK ഷൈൻ, VM ആൻഡു, വിനയൻ തോട്ടാപ്പള്ളി തുടങ്ങിയവർ MPയോടൊപ്പമുണ്ടായിരുന്നു. അപകടാവസ്ഥയിലായ കാറളം ചെമ്മണ്ട ഉന്നതിയിലെ പൊതുകിണർ മൂടണമെന്ന ആവശ്യമുന്നയിച്ച് BJP സ്ഥലത്ത് ധർണ നടത്തി. ഉന്നതിയിൽ 35ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഉപയോഗശൂന്യമായ കിണർ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. കിണർ മൂടാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഉന്നതിവാസികൾ മുകുന്ദപുരം താലൂക്ക് സഭയിൽ പരാതി നൽകിയിരുന്നു. അധികൃതർ ഉടൻ പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ടാണ് BJP പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KK കൃപേഷ് ഉദ്ഘാടനം ചെയ്തു. കൺവീനർ സാജൻ തച്ചറാട്ടിൽ അധ്യക്ഷത വഹിച്ചു. രാമചന്ദ്രൻ കോവിൽ പറമ്പിൽ, ND ധനേഷ്, NV ബോബിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. CITU നേതൃത്വത്തിലുള്ള ലോട്ടറി ഏജന്റ് സെല്ലേഴ്സ് യൂണിയൻ ചാവക്കാട് ഏരിയ കൺവെൻഷൻ ഗുരുവായൂരിൽ നടന്നു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഏരിയ പ്രസിഡന്റ് KK ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം MT മണികണ്ഠൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സുനിൽ വടക്കേക്കാട്, രാജൻ ഗുരുവായൂർ, മല്ലിക പൊന്നിയൂർക്കുളം, ലോട്ടറി ക്ഷേമ ബോർഡ് അംഗം TB ദയാനന്ദൻ, ജെയിംസ് ആളൂർ തുടങ്ങിയവർ സംസാരിച്ചു. ചികിത്സാ സഹായ വിതരണവും അംഗങ്ങളുടെ മക്കളിൽ മികച്ച വിജയം നേടിയവർക്ക് അനുമോദനവും പഠനോപകരണ വിതരണവും ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ പാവറട്ടിയിൽ കാൽനട പ്രചാരണ ജാഥ നടത്തി. CPI സംസ്ഥാന കൗൺസിൽ അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. NV ഷോയി അധ്യക്ഷനായി. CITU ഏരിയ സെക്രട്ടറി വിജി സുബ്രഹ്മണ്യൻ, ജാഥ ക്യാപ്റ്റൻ സാംസൺ ചിരിയങ്കണ്ടത്ത്, KR സുമേഷ്, ബാസ്റ്റ്യൻ താണിക്കൽ, CP രാജു, തോമസ് ചെമ്മണ്ണൂർ, K ദ്രൗപതി എന്നിവർ സംസാരിച്ചു.
ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണം നേടി ലോക ചാമ്പ്യൻഷിപ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വെള്ളിക്കുളങ്ങര സ്വദേശി പോൾദാസ് കിഴക്കേ പീടികയെ രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘടൻ പുതുക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റി ആദരിച്ചു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉപഹാരം സമ്മാനിച്ചു. രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘടൻ പുതുക്കാട് നിയോജകമണ്ഡലം ചെയർമാൻ ബെന്നി തൊണ്ടുങ്ങൽ അധ്യക്ഷത വഹിച്ചു. +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ റിക്സൺ സോണി, അൻസ മരിയ ജോൺസൺ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. AA പ്രിൻസ്, നൌഷാദ് കല്ലുപറമ്പിൽ, സുജീഷ് കോരിശ്ശേരി, ശാലിനി ജോയ്, ബിന്ദു ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി കൊടകര ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് നടപ്പാക്കുന്ന ചെണ്ടുമല്ലി കൃഷിയുടെ തൈനടിയിൽ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു. കുടുംബശ്രീ ഗ്രൂപ്പ് അംഗങ്ങളും കൃഷിഭവൻ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. കുടുംബശ്രീ ഗ്രൂപ്പുകൾ മുഖേനയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഓണവിപണി ലക്ഷ്യമാക്കിയാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത്. വെങ്കിടങ്ങ് പഞ്ചായത്ത് 13-ാം വാർഡ് മഹാത്മാഗാന്ധി കുടുംബ സംഘവും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും നടന്നു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PP സ്റ്റീഫൻ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ദീപൻ, DCC സെക്രട്ടറി അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്ത്, PK ഉമ്മർ, RV മൊയ്നുദ്ദീൻ, മണികണ്ഠൻ മഞ്ചറമ്പത്ത്, OT ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. പാടൂർ വാണിവിലാസം UP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സൗഹൃദ സംഗമം നടന്നു. 1992-93 SSLC ബാച്ചിന്റെ നേതൃത്വത്തിലാണ് എന്നും എന്റെ വാണിവിലാസം എന്ന പേരിൽ സംഗമം നടന്നത്. വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകനായിരുന്ന KR പോൾ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരും വിദ്യാർത്ഥികളും സ്റ്റേജ് ഒഴിവാക്കി വട്ടത്തിലിരുന്നായിരുന്നു സൗഹൃദ സംഗമം ചേർന്നത്. കളിയും ചിരിയും കലാപരിപാടികളുമായി ഒരു പകൽ ഒത്തുകൂടിയ പൂർവ്വ വിദ്യാർത്ഥികൾ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെയാണ് മടങ്ങിയത്. പാവർട്ടി ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിൽ PTA ജനറൽ ബോഡി യോഗവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാറും നടന്നു. മുനയ്ക്കക്കടവ് CPO KN നിതിൻ ബോധവൽക്കരണ സെമിനാറിന് നേതൃത്വം നൽകി. മാനേജർ പ്രതിനിധി ഫാദർ പ്രവീൺ പോൾ അധ്യക്ഷനായിരുന്നു. യോഗത്തിൽ കുട്ടികൾ ലഹരി വിരുദ്ധ സംഗീത ശില്പം അവതരിപ്പിച്ചു. LSS വിജയികളെ ചടങ്ങിൽ ആദരിച്ചു. CG ലിജോ പ്രസിഡന്റായി പുതിയ PTA കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. പ്രധാന അധ്യാപിക പ്രിൻസി PP, സിമി ജോസ് പോൾ, പ്രിൻസിപ്പൽ ജാസ്മിൻ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. പാവർട്ടി പഞ്ചായത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളികൾക്ക് വഞ്ചിയും വലയും നൽകി. 1,80,000 രൂപ ചെലവഴിച്ചാണ് 3 പേർക്ക് വഞ്ചിയും വലയും വിതരണം ചെയ്തത്. പാവർട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീബ തോമസ്, ഫിഷറീസ് ഓഫീസർ ടോണി ജോസഫ്, ജനപ്രതിനിധികളായ TK സുബ്രഹ്മണ്യൻ, ജോസഫ് ബെന്നി, CB ജോൺസൺ, സിൽജി ജോജു, P സുധ, K ദ്രൗപതി തുടങ്ങിയവർ സംസാരിച്ചു. കേരള കർഷക സംഘം എരുമപ്പെട്ടി വെസ്റ്റ് മേഖലാ സമ്മേളനം മങ്ങാട് വോൾഗ ഓഡിറ്റോറിയത്തിൽ നടന്നു. മുതിർന്ന കർഷകൻ സെയ്ദു മുഹമ്മദ് പതാക ഉയർത്തി. കർഷക സംഘം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സംഘടക സമിതി ട്രഷറർ ഡോക്ടർ VC ബിനോജ് മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. ചെയർമാൻ PC അബാൽ മണി, കൺവീനർ NB ബിജു, MS സിദ്ധൻ, PT ജോസഫ്, B ഷിറാസ് തുടങ്ങിയവർ സംസാരിച്ചു. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ സീനിയർ CLCയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഫ്ലാഷ് മോബ് നടത്തി. ലഹരി വിരുദ്ധ സന്ദേശം നൃത്താവിഷ്കാരത്തിലൂടെ അവതരിപ്പിച്ചു. പഴുവിൽ ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപത സീനിയർ CLC ട്രഷറർ ഡെയ്സൺ കൊള്ളന്നൂർ, പഴുവിൽ ഇടവക സീനിയർ CLC ടെസ്സി പിയൂസ് തുടങ്ങിയവർ പങ്കെടുത്തു.
ആളൂർ പഞ്ചായത്തിൽ വികസന മുന്നേറ്റ ജാഥ സംഘടിപ്പിച്ചു. കഴിഞ്ഞ 4.5 വർഷത്തെ വികസനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും ജനങ്ങളെ അറിയിക്കാൻ ലക്ഷ്യമിട്ടാണ് ജാഥ സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ക്യാപ്റ്റനും മാള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സന്ധ്യ നൈസൻ വൈസ് ക്യാപ്റ്റനുമായ ജാഥ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ പര്യടനം നടത്തി. സമാപന പൊതുയോഗം മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. വേലൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ കൊടിമര പുനരുദ്ധാരണ യജ്ഞം ആരംഭിച്ചു. 100-ൽ പരം വർഷങ്ങൾക്ക് മുൻപാണ് നവീകരണ കലശം നടത്തിയത്. ദേവീഹിതം ആരാഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പുനരുദ്ധാരണ യജ്ഞം നടത്തുന്നത്. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പൂജയും ഭക്തജനങ്ങളുടെ നാമജപ പ്രദക്ഷിണവും നടന്നു. കമ്മിറ്റി പ്രസിഡന്റ് മാടാവ് നാരായണൻ നമ്പൂതിരി, സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ സൗപർണിക, PV സജീവ് എന്നിവർ നേതൃത്വം നൽകി. (2024-25) അധ്യയന വർഷത്തിലെ SSLC +2 വിജയിച്ച മുഴുവൻ കുട്ടികൾക്കും DYFI മുക്കാട്ടുകര AKG തോപ്പ് യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ അനുമോദനം സംഘടിപ്പിച്ചു. DYFI ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. KP രാഹുൽ അധ്യക്ഷത വഹിച്ചു. ശ്രീജിത്ത് ശിവദാസ്, അക്ഷയ് സത്യൻ, ET ജോണി, PS കൃപൽ, ഗ്രീഷ്മ മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നോക്കാം വാണിജ്യം. വർഷത്തെ പാരമ്പര്യമുള്ള ബ്ലോസം ലേഡീസ് ആൻഡ് കിഡ്സ് ഇന്നർവെയറിന്റെ പുതിയ ഷോറൂം തൃശൂർ പൂത്തോളിൽ പ്രവർത്തനം ആരംഭിച്ചു. ബ്ലോസം ഗ്രൂപ്പിന്റെ തൃശൂരിലെ 2ാമത്തെ എക്സ്ക്ലൂസീവ് ഷോറൂമാണിത്. പൂത്തോൾ ലെൻസ് കാർട്ടിന് സമീപമാണ് ബ്ലോസം ലേഡീസ് ആൻഡ് കിഡ്സ് ഇന്നർവെയറിന്റെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. കല്യാൺ വസ്ത്രാലയം, കല്യാൺ ഗ്രാഫിക്സ്, കല്യാൺ ക്രാഫ്റ്റ്സ് എന്നിവയുടെ മാനേജിംഗ് ഡയറക്ടറായ TS അനന്തരാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ബ്ലോസം കമ്പനി പ്രതിനിധികളും ജീവനക്കാരും പങ്കെടുത്തു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള ഇന്നർവെയർ ബ്രാൻഡാണ് ബ്ലോസം. മികച്ച ഗുണനിലവാരം പുലർത്തുന്ന ഉൽപ്പന്നങ്ങളാണ് ബ്ലോസം നൽകുന്നത്. ലേഡീസ് ആൻഡ് കിഡ്സ് പ്രീമിയം ഇന്നർവെയറിന്റെ ഏറ്റവും പുതിയ വിപുലമായ കളക്ഷൻസാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ എല്ലാ പ്രമുഖ ടെക്സ്റ്റൈൽ ഷോറൂമുകളിലും ബ്ലോസം ബ്രാൻഡിന്റെ സജീവ സാന്നിധ്യമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 7356415779. പൂരനഗരിക്ക് വൈവിധ്യങ്ങളുടെ രുചിക്കൂട്ടുകൾ സമ്മാനിച്ച പ്രോയൽ റെസ്റ്റോറന്റ് കൂടുതൽ പുതുമകളോടെ തൃശൂരിൽ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. ഒട്ടേറെ പുതുമകളും സവിശേഷതകളുമായി MG റോഡിലെ VRM ടവറിൽ പുനരാരംഭിച്ച പ്രോയൽ റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം പാണക്കാട് സാബിക്കലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. പ്രോയൽ മാനേജിംഗ് ഡയറക്ടർ സമീർ പ്രോയൽ, ഡയറക്ടർമാരായ യൂനസ് MK, ഫെമിൽ മുഹമ്മദ് VR, സവാദ് വാഴയിൽ, രാഹുൽ KV, ഹാഷിം പൊന്നാനി തുടങ്ങിയവർ പങ്കെടുത്തു. കാറ്ററിംഗ് രംഗത്ത് 15 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള പ്രോയൽ ടർക്കിഷ്, അറബിക്, നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ തുടങ്ങിയ വ്യത്യസ്തമായ രുചിഭേദങ്ങളുടെ കലവറയാണ്. 150-ൽ പരം ഇരിപ്പിടങ്ങളും 50 പേർക്ക് ഇരിക്കാവുന്ന ബാൻക്വറ്റ് ഹാളും പ്രോയൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഓർഡർ പ്രകാരം വിവാഹ, ജന്മദിന ആഘോഷ പാർട്ടികൾക്കും മറ്റും പ്രോയലിന്റെ സേവനം ലഭ്യമാണ്. 25,000 രൂപയ്ക്ക് ഭക്ഷണം, AC ഹാൾ, സ്റ്റേജ് ആൻഡ് സൗണ്ട് ഉൾപ്പെടെ 50 പേർക്ക് 3 മണിക്കൂർ ബർത്ത്ഡേ പാർട്ടിക്കുള്ള പ്രത്യേക പാക്കേജും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബില്ലിന് 20% കിഴിവും പ്രോയൽ നൽകുന്നു. സൊമാറ്റോ, സ്വിഗ്ഗി എന്നിവയിലൂടെ ഓൺലൈൻ സേവനങ്ങളും ലഭ്യമാണ്. ഓർഡറുകൾക്കും സേവനങ്ങൾക്കും ബന്ധപ്പെടുക 9207 277 277 9207 288 288 8943 888 916. ഇനി നോക്കാം സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,930 രൂപ, പവന് 71,440 രൂപ, വെള്ളി ഗ്രാമിന് 118 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 4,447 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പുതുക്കാട് നവജാത ശിശുക്കളെ കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തി യുവാവ്. അസ്ഥികളുമായി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. വെള്ളിക്കുളങ്ങര സ്വദേശികളായ അവിവാഹിതരായ യുവാവും യുവതിയും കസ്റ്റഡിയിൽ. കുന്നംകുളത്ത് ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ ആക്രമിച്ചു. ആക്രമണം വൺ വേ തെറ്റിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്ന്. സംഭവത്തിൽ കാർ ഡ്രൈവർ അറസ്റ്റിൽ.
തൃശൂർ മെഡിക്കൽ കോളേജിലും ചികിത്സാ പ്രതിസന്ധി. പല വിഭാഗത്തിലും ആവശ്യത്തിന് ഡോക്ടർമാരില്ല. രോഗികൾ വലയുന്നു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ സഫാരി പാർക്കും പെറ്റ് സൂവും ആരംഭിക്കുമെന്ന് മന്ത്രി കെ രാജൻ. ഇലക്ട്രിക്കൽ ബസ് സർവീസ് ഏർപ്പെടുത്താൻ ആലോചന. KSRTC MD പാർക്ക് സന്ദർശിച്ചു. കടവല്ലൂർ പഞ്ചായത്തിൽ യാത്രാ ദുരിതം പേറി വിദ്യാർത്ഥികളും പ്രദേശവാസികളും. തിപ്പിലിശ്ശേരി കോടതിപ്പടി മുല്ലപ്പള്ളിക്കുന്ന് റോഡിലെ കുഴികളും വെള്ളക്കെട്ടും യാത്രക്കാരെ വലയ്ക്കുന്നു. കാഴ്ചയുടെ വിരുന്നൊരുക്കി കോടശ്ശേരി മുട്ടത്തുകുളങ്ങര വെള്ളച്ചാട്ടം. പ്രകൃതിയുടെ മനോഹര കാഴ്ച ആസ്വദിക്കാൻ സഞ്ചാരികളുടെ ഒഴുക്ക്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.